ഹലോ, ബ്ലൂഡോളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറേ ആയി ചാനലിൽ ജ്വല്ലറി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മളിന്ന് ചാനലിൽ മഞ്ചാടി കൊണ്ടുള്ള ഒരു മാലയും കമ്മലുകളും ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ മഞ്ചാടിയെക്കുറിച്ചുള്ള കുറച്ച് രസകരമായ കാര്യങ്ങളും ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഭാഗ്യം കൊണ്ടുവരുന്ന വിത്തുകളാണ് മഞ്ചാടികളെന്നാണ് പൊതുവെ പറയാറ്. കോറൽ മരം, ചുവന്ന സാൻഡൽവുഡ്, സാഗ മരം, മുത്തുമരം, നെക്ലസ് മരം, അങ്ങനെ പല പേരുകളുണ്ട് ഈ മഞ്ചാടി മരത്തിന്. മഞ്ചാടിക്കുരുക്കളെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണത്. വളരെ ദരിദ്രയായ ഒരു സ്ത്രീ ദിവസങ്ങളോളം ശേഖരിച്ച മഞ്ചാടിക്കുരുക്കളുമായി കണ്ണനെ കാണാനെത്തി. പക്ഷേ നാടുവാഴി ആനയെ നടക്കിരുത്താൻ വന്ന ദിവസമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അവരെ തടഞ്ഞു. തറയിൽ വീണുപോയ അവരുടെ കയ്യിൽ നിന്ന് മഞ്ചാടിക്കുരുക്കൾ നാലുപാടും തെറിച്ചുപോയി. ഇത് കണ്ട് ആന ഇടയുകയും അവിടെ ആകെ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു. ഉടൻ അമ്പലത്തിനുള്ളിൽ നിന്ന് ഒരു അശരീരിയുണ്ടായി. മഞ്ചാടികളുമായി എത്തിയ തന്റെ പ്രിയപ്പെട്ട ഭക്തയെ കാണണമെന്നായിരുന്നു ആ അശരീരി. അങ്ങനെ അവിടെ കൂടി നിന്നവരെല്ലാം മഞ്ചാടി മണികൾ പെറുക്കിയെടുത്ത് ആ സ്ത്രീയെ അമ്പലത്തിലേക്ക് ആനയിച്ചു. ഇതാണ് കഥ. ഇന്നും ഗുരുവായൂർ അമ്പലനടയിൽ ഉരുളി നിറച്ച് മഞ്ചാടിക്കുരുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മഞ്ചാടിക്കുരുക്കൾ വാരിയെടുക്കുന്നവർക്ക് ഭാഗ്യവും ഐശ്വര്യവും കൈവരും എന്നാണ് വിശ്വാസം. ഇനി ഇതിലും വിശേഷപ്പെട്ട ഒരു കാര്യമുണ്ട്. 12 ആനകളുടെ കുഞ്ഞു മാതൃകകൾ അടങ്ങിയ മഞ്ചാടിക്കുരുക്കൾ വളരെ ഭാഗ്യമായിട്ടാണ് പലരും കണ്ടിരുന്നത്. പണ്ടുകാലങ്ങളിൽ എല്ലിലും ഐവറിയിലും കൊത്തിയെടുത്ത കുഞ്ഞൻ ആനയുടെ മാതൃകകൾ ഈ മഞ്ചാടിക്കുരുക്കൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ടായിരുന്നു. ഇത് കിട്ടുന്നവർക്ക് അവരുടെ 12 ആഗ്രഹങ്ങൾ സാധിക്കും എന്നാണ് വൈപ്പ്. വളരെ ബുദ്ധിമുട്ടിയാണ് കലാകാരന്മാർ ഇത്തരത്തിലുള്ള കുഞ്ഞൻ മാതൃകകൾ അന്ന് മഞ്ചാടിക്കുരുക്കൾക്കുള്ളിൽ ആക്കിയിരുന്നത്. ഗുരുവായൂരിലെ 12 ഏകാദശിക്ക് സമമാണ് ഈ 12 ആനകൾ എന്നൊരു മറ്റൊരു വിശ്വാസവും ഇതിനുണ്ട്. ഇതുമാത്രമല്ല, മഞ്ചാടിയുടെ മഹത്വം ഇനിയുമുണ്ട് ഏറെ. 1000 വർഷങ്ങൾക്ക് മുൻപ് സ്വർണ്ണപ്പണിക്കാർ അവരുടെ സ്വർണവും വെള്ളിയും ഒക്കെ അളക്കാൻ ഉപയോഗിച്ചിരുന്നത് മഞ്ചാടിക്കുരുക്കളാണ്. ഇതിനെല്ലാം പുറമെ പഴയകാല വിനോദമായ പല്ലാങ്കുഴിയിൽ മഞ്ചാടിക്കുരുക്കളാണ് ഉപയോഗിച്ചിരുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ബൈ ബൈ.